ഹലോ എവ്രിബഡി. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ കമൻറ്റിൽ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി ഞാൻ എങ്ങനെയാണ് ജർമ്മനിയിൽ എത്തിയത്, ഔപ്പേറായിട്ട് എങ്ങനെയാണ് വന്നത്, എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, അങ്ങനെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോസിലൂടെ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. അപ്പം കഴിഞ്ഞ വർഷം 2024 മാർച്ചിലാണ് ഞാൻ എൻ്റെ 12th കംപ്ലീറ്റ് ആക്കിയത്. 12th കംപ്ലീറ്റ് ആക്കിയ പാടെ തന്നെ ഞാൻ ഏപ്രിലിൽ തന്നെ ഞാൻ ജർമ്മൻ പഠിക്കാനായിട്ട് കാലിക്കറ്റുള്ള നിഫിൽ നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏപ്രിലിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ജൂൺ ആയപ്പോഴത്തേക്കും ഞാൻ A1-നുള്ള ഡേറ്റ് എടുത്തു. ക്ലാസ്സിൽ A1 കംപ്ലീറ്റ് ആയപ്പം ഞാൻ കുറച്ച് അങ്ങനെ പഠിച്ച് ജൂണിലേക്ക് A1-ൻ്റെ ഡേറ്റ് എടുത്തു. ഏജൻസി വഴിയാണ് ഞാൻ ഗോയിത്തെ ഡേറ്റ് എടുത്തത്. അപ്പോൾ കോയമ്പത്തൂരാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. അപ്പം ജൂലൈയിൽ റിസൾട്ട് വന്നു. അപ്പോൾ 1.5 മാസം കൊണ്ട് നമുക്ക് പോകും. അപ്പോൾ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ജർമ്മനിയിൽ എത്താം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഫാമിലി എന്താണ് റെഡി ആവാത്തത് എന്നിങ്ങനെ വിചാരിച്ച് കുറേ കാലം ഇങ്ങനെ ഇരുന്നു. പിന്നെ കോഴിക്കോട് നോർക്കയിലെ ക്ലാസ് കഴിഞ്ഞു. പിന്നെ കുറേ മാസം വീട്ടിലിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു ഫാമിലി റെഡിയായി. ഫാമിലി സെറ്റായാലും നെക്സ്റ്റ് നമുക്ക് VFS ആണ് വിസ എടുക്കൽ. അപ്പോൾ വിസേൻ്റെ ഡേറ്റൊക്കെ എനിക്ക് എന്തോ ഭാഗ്യത്തിന് എനിക്ക് പെട്ടെന്ന് തന്നെ വിസേൻ്റെ ഡേറ്റും എല്ലാം ഫാമിലി റെഡി ആയപാടെ പിന്നെ എല്ലാം ടക്ക് 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 എന്ന് പറഞ്ഞു എല്ലാം പെട്ടെന്ന് റെഡിയായി. അങ്ങനെ VFS കൊച്ചിയിൽ പോയിട്ട് VFS റെഡിയായി. പിന്നെ എല്ലാം ഏജൻസി വഴി എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി. അപ്പം ഞാൻ ഇവരോട് വീഡിയോ കോൾ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായി എനിക്ക് 1 ഇയർ കഴിഞ്ഞിട്ട് എനിക്കിവിടെ ഏതിനെങ്കിലും ഹൗസ് ബിൽഡിങ് ചെയ്യണം. അപ്പം അതിനായിട്ട് ലാംഗ്വേജ് പഠിക്കാനുള്ളൊരു ഇതിനായിട്ടാണ് ഞാൻ ഔപ്പേറായിട്ട് വരാൻ നിന്നത്. അപ്പം ഞാൻ ഇവരോട് അത് ആദ്യം പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ പറഞ്ഞു ഓക്കെ, അപ്പം ചേച്ചിയും ജർമ്മൻ പഠിക്കുന്നുണ്ട്, അപ്പം ഞാനും ജർമ്മൻ പഠിക്കുന്നു, അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം എന്നൊക്കെ ഇവരും പറഞ്ഞു. അപ്പോൾ എനിക്കും അതും ഒരു ബോണസായി. പിന്നെ അങ്ങനെ ഒരു മാസം അപ്പോൾ ഇവിടുത്തെ ചേച്ചി B1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായി ഞാൻ വരുമ്പോഴത്തേക്കും. അപ്പോൾ B2-ൻ്റെ കോഴ്സ് ഞാനിവിടെ ജനുവരിയിലാണ് എത്തിയത്. അപ്പോൾ ചേച്ചിക്ക് ഫെബ്രുവരിയിലേക്കാണ് B2-ൻ്റെ കോഴ്സിന് ചേച്ചി എടുത്തിട്ടുണ്ടായത്. അപ്പോൾ 1 മന്ത് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ പഠിച്ചു തരാനായിട്ട് ചേച്ചി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി. കാരണം അല്ലെങ്കിൽ വന്ന പാടെ എനിക്ക് എന്താ ചെയ്യേണ്ടത്, എവിടെ പോകേണ്ടത് ഒന്നും അറിയില്ല, എന്താ ചെയ്യേണ്ടത് അറിയാം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. അവിടെ ചേച്ചി 1 മന്ത് ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് തന്ന് പിള്ളേരുമായിട്ട് കുറച്ച് കമ്പനിയൊക്കെ ആവാനുള്ള അങ്ങനത്തെ ടൈമും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും എനിക്കൊരു വേറൊരു ബോണസ് ആയിരുന്നു. അപ്പം 2 ബോയ്സ് ആണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ 2 പേരും കിൻഡർ ഗാർഡനിൽ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവർ 2 പേരെയും രാവിലെ കിൻഡർ ഗാർഡനിൽ കൊണ്ടുവിടുക. ആൻഡ് അവരെ 2 മണി വരെ അവർക്ക് കിൻഡർ ഗാർഡൻ ഉള്ളു. അപ്പോൾ 1:30 ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് അവരെ പിക്കപ്പ് ചെയ്യാൻ പോവുക. പിന്നെ ഈവനിങ്ങിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ പാർക്കിൽ പോവുക, അല്ലെങ്കിൽ മ്യൂസിക് സ്കൂള്, കിൻഡർ ട്യൂണൻ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി എല്ലാ ഈവനിങ്സിലും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോവുക. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഡ്യൂട്ടീസുള്ളൂ. വലിയ കഠിനമായ ജോലികളൊന്നും എനിക്കിവിടെ ഇല്ല. അതും ഒരു ബോണസാണ്. വന്ന പാടെ നമുക്ക് പിള്ളേർ നമ്മളോട് എന്തായാലും അത്ര കമ്പനിയൊന്നും ആവാൻ പോകുന്നില്ല. അതായിരുന്നു. അപ്പോൾ ഞാൻ ഓടിയിട്ടില്ലായിരുന്നു. എനിക്ക് ഓക്കെ അങ്ങനെ പിള്ളേരൊക്കെ കിൻഡർ ഗാർഡനിൽ കൊണ്ടുവിടണം, തിരിച്ച് കൂട്ടിക്കൊണ്ടുവരണം, ഓക്കെ കൂൾ, അത്രേ ഉള്ളൂ. പക്ഷേ അതത്രയല്ല ഉള്ളത്. അപ്പം നമുക്ക് പിള്ളേർ നമ്മളോട് കമ്പനി ആകുന്നത് വരെ അത് നമുക്കൊരു വലിയ ടാസ്ക്കാണ്. കാരണം നമ്മുടെ കൂടെ അവർ രാവിലെ നമ്മൾ കൊണ്ടുവിടുമ്പം നമ്മുടെ കൂടെ അവർ ഹാപ്പി ആയിട്ട് വരണമെന്നില്ല. നമുക്ക് പെട്ടെന്ന് ഒരാൾ വന്നു, ഓക്കെ പെട്ടെന്ന് അത്രയും ദിവസം അവരുടെ പാരൻസ് അവരെ കൊണ്ടുവിട്ടു കൂട്ടിക്കൊണ്ടുവന്നു, പെട്ടെന്ന് വേറെ എവിടുന്നോ വരുന്ന ഒരാൾ അവരെ കൊണ്ടുവിടാൻ പോകുമ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതെനിക്ക് ഫസ്റ്റ് കുറച്ച് പാടായിരുന്നു. ഇപ്പം പിള്ളേരും ഞാനും അടിപൊളിയാണ്, സെറ്റാണ്. അപ്പോൾ 2 മാസം എടുത്തു എനിക്ക് കറക്റ്റ് പിള്ളേർ എന്നോടൊന്ന് കമ്പനിയായി. ഓക്കെ എന്നെ നേഹ എന്ന് വിളിക്കുന്നത്. അപ്പം ഓക്കെ നേഹ കൂട്ടാൻ വരും. ആദ്യമൊക്കെ നേഹ കൂട്ടാൻ വരും എന്ന് പറയുമ്പം നോ കച്ചറയായിരുന്നു ഇങ്ങനെ. പക്ഷേ ഇപ്പം ഓക്കെ ആയി. ഓക്കെ നേഹ ഓക്കെ അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഓക്കെ എല്ലാം ഹാപ്പി. ഈ ഫാമിലിയിലും ഇവരും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. പിള്ളേർക്കും ഇംഗ്ലീഷും അറിയാം, ജർമ്മനും അറിയാം. അതും വലിയൊരു ബോണസാണ് എനിക്ക്. കാരണം പിള്ളേർക്ക് ജർമ്മൻ മാത്രം അറിയെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ജർമ്മൻ മാത്രമായിരുന്നെങ്കിൽ ഞാൻ സത്യമായിട്ട് പെട്ടുപോയേനെ. എന്താ പറയണ്ടേ, അങ്ങോട്ട് എന്താ പറയണ്ടേ അറിയില്ല. അവരിങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതറിയില്ല. അപ്പം അത് വലിയൊരു പ്രശ്നമാണ്. ഇവർക്ക് 2 പേർക്കും ഇംഗ്ലീഷ് അറിയുന്നതുകൊണ്ട് ഫാമിലിയിൽ ഇവരുടെ ഫാമിലി തന്നെ എല്ലാവരും ഇംഗ്ലീഷും ജർമ്മനും എല്ലാവരും പറയുന്ന ഫാമിലി ആയതുകൊണ്ട് തന്നെ ഫാമിലി മെമ്പേഴ്സിനോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അപ്പം അതൊരു ബോണസുമാണ്. പക്ഷെ അതേസമയം അതൊരു നെഗറ്റീവുമാണ്. കാരണം ഇംഗ്ലീഷ് സംസാരിച്ചാൽ നമ്മൾ ജർമ്മൻ സംസാരിക്കാൻ അത്ര പെട്ടെന്ന് പഠിക്കില്ല. അതൊരു പ്രശ്നമാണ്. ഞാനിപ്പോൾ B1-ൻ്റെ കോഴ്സിന് പോകുന്നുണ്ട്. ഇതും സെയിം തന്നെ. തിങ്കളാഴ്ചയും ബുധനാഴ്ചയും മാത്രമാണ് എനിക്ക് ക്ലാസ് ഉള്ളത്. 3 മണിക്കൂറേ ക്ലാസ്സുള്ളൂ ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ട്. അപ്പോൾ ഇത് ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്കുമാണ് ഈ ക്ലാസ് തീരത്തുള്ളൂ.
അപ്പം ഞാൻ പിന്നെ കുറേ കോഴ്സുകൾ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ B1 ഗോയിറ്റ് എഴുതാം, ചില കോഴ്സുകൾക്ക് B1 വെച്ചിട്ടും കയറാൻ പറ്റും എന്നൊക്കെ ഞാൻ ഗൂഗിളിൽ നോക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ പറ്റുമെങ്കിൽ അതാക്കാം. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് B2 പിന്നെ ഇവരോട് ഇങ്ങനെ സംസാരിച്ച് ഇടപഴകി എനിക്ക് കുറച്ചും കൂടി ജർമ്മൻ ഇമ്പ്രൂവ് ആയാൽ ഞാൻ കോൺഫിഡൻ്റ് ആണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഡേറ്റ് എടുത്ത് എക്സാം എഴുതാമല്ലോ. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ ലാംഗ്വേജിന് എനിക്കൊന്നും പൈസയൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ചിലവഴിക്കേണ്ടി വരുന്നില്ല. കാരണം ആഴ്ചയിൽ 2 ദിവസമേ ക്ലാസ് ഉള്ളൂ. 70 euros നമുക്ക് മന്ത്ലി ഫാമിലി ലാംഗ്വേജ് പഠിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത് 5 മാസത്തെ ആയതുകൊണ്ട് 5 മാസത്തെ 350 euros വെച്ചിട്ട് എനിക്ക് കോഴ്സിൻ്റെ മൊത്തത്തിലുള്ള പൈസ എനിക്ക് അത്രയൊക്കെ ഏകദേശം വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അത്രയൊക്കെയാണ് എൻ്റെ ഔപ്പേറിനെ കുറിച്ച് എനിക്കുള്ളത്. എന്താണെങ്കിലും എനിക്കൊരു നല്ല അടിപൊളി ഔപ്പേർ ഫാമിലിനെയാണ് കിട്ടിയത്. ആൻഡ് ഞാൻ എൻ്റെ ഫാമിലിയിൽ വളരെ സന്തുഷ്ടയാണ്. അപ്പം ഇനി ഔപ്പേറായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നല്ലൊരു ഫാമിലിനെ കിട്ടുവാണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ലാംഗ്വേജ് പഠിക്കാനാണെങ്കിലും ചുമ്മാ ഔപ്പേറായിട്ട് വരാൻ നോക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും ഒരു വളരെ അടിപൊളി ഓപ്ഷൻ ആയിരിക്കും നല്ലൊരു ഫാമിലിനെ കിട്ടിയാൽ. അപ്പം അത്രേ ഉള്ളൂ. ചാओ.